ഒരു കഥ പറയാമെന്ന്. 1962 മലയാളത്തിന്റെ പ്രിയ കവിയായ പി ഭാസ്കരൻ നിർമ്മാതാവാകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഓൾറെഡി ഗാനരചയിതാവായിരുന്നു, സംവിധായകനാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ നിർമ്മാണം കൂടി ആകാം എന്ന് വിചാരിച്ചിട്ട് ജഗതി NK ആചാര്യയെ കൊണ്ട് ഒരു തിരക്കഥ എഴുതിച്ചു. സിനിമയ്ക്ക് പേര് വിട്ടു ഭാഗ്യജാതകം. നായകനായിട്ട് സത്യനെയാണ് തെരഞ്ഞെടുത്തത്. നായികയായിട്ട് പലരെയും നോക്കി, പക്ഷെ പി ഭാസ്കരന് അവരെ ഒന്നും ഇഷ്ടമായില്ല. അപ്പൊ അങ്ങനെ നായികയെ കിട്ടാത്തത് കൊണ്ട് സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഒരു പറ്റിയ പുതുമുഖം വേണം, അതിനെ നോക്കിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതുമുഖത്തെ കണ്ടു, നായികയാക്കാൻ തീരുമാനിച്ചു. പക്ഷെ എല്ലാം തീരുമാനിച്ച് ഷൂട്ടിംഗ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുതുമുഖത്തിന് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭാഗ്യജാതകത്തിന്റെ ഷൂട്ടിംഗ് ഇങ്ങനെ നീണ്ടു പോവാണ്. ആ സമയത്താണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ നായകനായിട്ട് അഭിനയിക്കുന്ന വേലുത്തമ്പി ദളവ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജഗതി NK ആചാരി തിരക്കഥാ രചന തുടങ്ങിയത്. അദ്ദേഹം അത് പൂർത്തിയാക്കി, ഷൂട്ടിങ്ങും തുടങ്ങി. സംവിധാനം G. വിശ്വനാഥൻ. അപ്പൊ ഇവർ രണ്ടുപേരും, സംവിധായകനും നായകനും, പലപ്പോഴും ഏറ്റുമുട്ടും പല പല കാര്യങ്ങളും പറഞ്ഞിട്ട്. അപ്പൊ മെക്കാളെ പ്രഭുവും വേലുത്തമ്പിയും തമ്മിലുള്ള രംഗം ഷൂട്ട് ചെയ്താണ്. അതിനിടയ്ക്ക് പലതവണ ടേക്ക് എടുത്തിട്ടും സംവിധായകന് കൊട്ടാരക്കരയുടെ വാൾപ്പയറ്റ് അങ്ങോട്ട് തൃപ്തിയായില്ല. പൊറുതിമുട്ടിയപ്പോ സംവിധായകൻ പ്രതികരിച്ചു. സംഭവം പൊട്ടിത്തെറിയിലെത്തും മുൻപ് ജഗതി NK ആചാര്യ രംഗത്തെത്തി പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ അവർ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് ഈ ജഗതി NK ആചാര്യോട് പറയാണ്, നായിക എത്തി. അദ്ദേഹം ചോദിച്ചു, എന്ത് നായികയോ? ഏത് നായിക? മനസ്സിലായില്ല പെട്ടെന്ന്. ഭാഗ്യജാതകത്തിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരുന്നില്ലേ, നായികയെ കിട്ടി. അശോക ഹോട്ടലിലുണ്ട്, സാറിനെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ഭാസ്കരൻ മാഷ് പറഞ്ഞു. അപ്പോ പി ഭാസ്കരൻ ഭാഗ്യജാതകത്തിന് വേണ്ടി ഒരു നായികയെ കണ്ടെത്തിയ കാര്യമാണ് ഈ പറയുന്നത്. തമിഴ് സിനിമയിൽ സരസ്വതി എന്ന പേരിൽ അഭിനയം ആരംഭിച്ച ഒരു മലയാളി പുതുമുഖമാണ്. അപ്പൊ ജഗതി NK ആചാരി മദ്രാസിലെ അശോക ഹോട്ടലിൽ എത്തി, പുതുമുഖ നടിയെയും അമ്മയും കണ്ടു. നടിയെ ഇഷ്ടപ്പെട്ടു, സത്യന് പറ്റിയ ജോഡിയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് പുതുമുഖ നടിയെ ഭാഗ്യജാതകത്തിന്റെ നായികയായി അംഗീകരിച്ചു. ഭാസ്കരൻ മാഷ് തന്നെ സരസ്വതി എന്ന പേര് മാറ്റി ഷീല എന്നാക്കി. അങ്ങനെയാണ് തൃശൂർക്കാരി ഷീല സെലിൻ ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ കരാറിൽ ഒപ്പിട്ടത്. MGR നായകനായ പാശത്തിലാണ് ഷീല അരങ്ങേറ്റം നടത്തിയത്. അന്ന് MGR ആണ് സരസ്വതി ദേവി എന്ന പേര് മാറ്റിയത്. ഭാഗ്യജാതകത്തിൽ വന്നതോടെ ഭാസ്കരൻ മാഷ് സരസ്വതിയെ ഷീലയാക്കി. തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകളായിരുന്നു ഷീല സെലിൻ. പിതാവ് റെയിൽവേ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു. അദ്ദേഹത്തിന് സിനിമാഭിനയത്തോട് ഒട്ടും താല്പര്യമില്ല. 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഷീല തമിഴിൽ തുടക്കം കുറിച്ചത്. ഭാഗ്യജാതകം എന്ന സിനിമ ഷീലയുടെ ഭാഗ്യജാതകമായി മാറി. പിന്നെ ഷീല തെന്നിന്ത്യയിലെ 1ാം നിര താരമായി മാറി. പിന്നീട് ഷീല 400-ലേറെ സിനിമകൾ അഭിനയിച്ചു. മിക്കവയും മലയാളിയെ ആസ്വാദനത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തിയവ. ഒരേ നായകനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയെ അഭിനയിച്ച റെക്കോർഡിന് ഷീലയാണ് ഉടമയായത്. ഷീല നസീർ ജോഡി ആർക്കാണ് മറക്കാൻ കഴിയുക? ഭ്രഷ്ട് കൽപ്പിച്ച് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയ കുറിയെടുത്ത് താത്രിക്കുട്ടിയുടെ കൊച്ചുമകളുടെ മകളാണ് ഷീല എന്നൊരു സംസാരമുണ്ട്. എന്നാൽ ഈ കഥയിൽ സത്യമില്ലെന്നാണ് ഷീല പറയുന്നത്. നടി, സംവിധായിക, കഥാകൃത്ത് തുടങ്ങിയ നിരവധി തൂവലുകൾ ഷീലയ്ക്ക് സ്വന്തമാണ്. എങ്കിലും ഷീല അവതരിപ്പിച്ച 100 കഥാപാത്രങ്ങൾക്കാണ് മിഴിവ് കൂടുതൽ. നിരവധി അവിസ്മരണീയ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ ആ നടിയുടെ സിനിമാ ജീവിതം ഒരു കടലാണ്. ഒരു കൈക്കുമ്പിളിൽ അത് കോരിയെടുക്കുക അസാധ്യവും. 80ലേക്ക് നടന്നെടുക്കുന്ന ഇതിഹാസ നായികയ്ക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു.